BSc ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പുമാണ് സാധാരണഗതിയിൽ ഈ കോഴ്സിന് ഉണ്ടാവാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ ഓടി ചെന്നിട്ട് ആളെ എടുക്കാനൊന്നും പറ്റത്തില്ല. വി ഹാവ് ടു വെയിറ്റ് അൺടിൽ ആംബുലൻസ് കംസ് ദെയർ. എന്നിട്ട് ആംബുലൻസ് വന്നിട്ട് അവിടെ ഈ പറയുന്ന എമർജൻസി കെയറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുക, അവരാണ് ഇവരെ എടുക്കുക. പക്ഷേ ഇത് സമയം താമസിക്കില്ല കേട്ടോ. ഇപ്പം നാട്ടിലൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ പലപ്പോഴും ഒരു ആക്സിഡൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളെ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ ഒരു ഇമോഷൻ്റെ ഇതിൽ ആൾക്കാർ ഓടി ചെന്നിട്ട് ആക്സിഡൻറ്റിൽ പെട്ട് ആൾക്കാരെ എടുത്ത് എന്നിട്ട് അപകടങ്ങൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ കൃത്യമായി പഠിച്ചിട്ടുള്ള ആൾക്കാർ വേണം ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഈ BSc ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ എന്ന് പറയുന്നത്. ചിലടത്ത് ഇതിനെ ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, ട്രോമ കെയർ ടെക്നോളജി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പല പല പേരുകൾ അറിയപ്പെടാറുണ്ട് എങ്കിലും ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. കാരണം നിങ്ങൾ കാണാൻ പോകുന്ന സീനുകൾ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും തളർന്നു പോകാത്ത മനസ്സുള്ള ആളുകൾക്കാണ് ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ 11, 12 ക്ലാസ്സുകളിൽ നിർബന്ധമായും നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.